കിച്ചൻ ഡയറിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ പെട്ടെന്ന് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് എല്ലാവർക്കും തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് റെസിപ്പി ആയിട്ടാണ്. ഇത് മലബാർ സൈഡിലുള്ള ഒരു പ്രധാനപ്പെട്ട സ്നാക്കാണ്. കൈവീശൽ എന്നാണ് ഇതിന്റെ പേര്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് അടിപൊളി കൈവീശൽ തയ്യാറാക്കുന്നത്. നമുക്ക് കൈവീശൽ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ 2 മുട്ട എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 8 ടേബിൾ സ്പൂൺ മൈദയും പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര. ഈ പഞ്ചസാര ഞാൻ പൊടിച്ചതാണ്. അതിലേക്കൊരു 2 ഏലക്കായും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചു വെച്ചിട്ടുള്ളതാണിത്. അപ്പം ഇത്രയും സാധനങ്ങൾ മെയിനായിട്ടും വേണം. പിന്നെ നമുക്ക് ഒരു നുള്ളു ഉപ്പും അതേപോലെ തന്നെ ഫുഡ് കളറും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം. അപ്പോൾ ഇത്രയും സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് അടിപൊളി കൈവീശൽ തയ്യാറാക്കാം. അതിനായിട്ട് ആദ്യം നമുക്ക് ഈ 2 മുട്ടയും മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. 2 മുട്ടക്ക് 8 ടേബിൾ സ്പൂൺ മൈദ, പിന്നെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചതിന് ശേഷം അളന്നതാണ്. അത് ശ്രദ്ധിക്കണം. ഇതൊരു മീഡിയം മധുരത്തിൻ്റെ കണക്കാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് നല്ല മധുരം ആവശ്യമുണ്ടെങ്കിൽ പഞ്ചസാരൻ്റെ അളവ് കൂട്ടണം. തീരെ മധുരം വേണ്ടെന്നാണെങ്കിൽ പഞ്ചസാരൻ്റെ അളവ് കുറയ്ക്കുകയും കൂടി ചെയ്യണം. അപ്പം ഞാൻ മുട്ട നന്നായിട്ട് അടിച്ചിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന പഞ്ചസാര ചേർത്ത് കൊടുക്കാം. മിക്സ് ചെയ്യാം. ഇതിപ്പോൾ നമ്മൾ കേക്കൊക്കെ മിക്സ് ചെയ്യുന്ന പോലെ തന്നെയാണ്. അതേ ഒരു പ്രൊസീജിയർ തന്നെയാണ്. ആ കേക്കിൻ്റെ ഒരു കൺസിസ്റ്റൻസി തന്നെയാണ് നമുക്ക് വേണ്ടുന്നത്. ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന മൈദയും കുറച്ചായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് 8 ടേബിൾ സ്പൂൺ മൈദയാണ്. ആ കണക്ക് നിങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി. കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കണ്ടോ, ഞാനിപ്പോൾ എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ മേലേന്ന് താഴേക്ക് ഒഴുകുമ്പോൾ ആ ഒരു കേക്കിൻ്റെ കൺസിസ്റ്റൻസി പോലെ ഒരു റിബൺ പോലെ അങ്ങ് ഉറ്റി വീഴണം. എന്നാൽ മാത്രമേ നമ്മളിത് ഫ്രൈ ചെയ്യുമ്പോൾ കറക്റ്റായിട്ടത് എണ്ണയിലേക്ക് വീഴുള്ളൂ. അപ്പോൾ അതൊന്നും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു നുള്ള് യെല്ലോ ഫുഡ് കളറാണ് ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ ഒരു മിക്സ് ഇങ്ങനെ ഒരു പൈപ്പിംഗ് ബാഗിൽ നിറച്ചു കൊടുക്കുക. പൈപ്പിംഗ് ബാഗ് ഇല്ലെങ്കിൽ കുഴപ്പമില്ല. ഏതെങ്കിലും പ്ലാസ്റ്റിക് കവർ എടുത്ത് അതിലേക്ക് ഇത് നിറച്ചിട്ട് താഴെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ പൈപ്പിംഗ് ബാഗ് ഉള്ളത് കാരണം എടുത്തതേ ഉള്ളൂ. അപ്പോൾ അതിലെ പിന്നെ പ്ലാസ്റ്റിക്കിൽ താല്പര്യമില്ലെങ്കിൽ പഴയ ഡിസ്പോസിബിൾ ഗ്ലാസ്സിലൊക്കെ ദ്വാരം വെച്ചിട്ടും ആക്കാൻ പറ്റും. അപ്പം ഞാനിപ്പോൾ ഇത് പൈപ്പിംഗ് ബാഗിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം ഇങ്ങനെ ഒരു ഗ്ലാസ് എടുക്കുക. അതിലേക്ക് ഈ പൈപ്പിംഗ് ബാഗ് താഴെ വെക്കുക. നമുക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. ഇത് നിറയ്ക്കുമ്പോൾ പെട്ടെന്ന് പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. ഇങ്ങനെ ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിലേക്ക് നിറച്ചിട്ട് കൊടുക്കാൻ പറ്റും. ഞാനൊക്കെ നമ്മുടെ പൈപ്പിംഗ് ബാഗിൽ നിറച്ചിട്ടുണ്ട്. ഈ ഗ്ലാസ്സിൽ വെച്ചത് കൊണ്ട് നമുക്ക് നല്ല എളുപ്പത്തിൽ കണ്ടോ ഇതേപോലെ എളുപ്പത്തിൽ അങ്ങ് കിട്ടും. അറ്റം ഒന്ന് മുറിച്ച് കൊടുത്തിട്ട് എണ്ണയിലിട്ടൊന്ന് ഫ്രൈ ചെയ്യുക വേണ്ടത്. അപ്പോൾ നമുക്ക് അതിൻ്റെ കാര്യങ്ങളൊന്ന് നോക്കാം. ഇത് ഗ്ലാസ്സിൽ തന്നെ ഇതേപോലെ ഇവിടെ വെക്കാം. ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു പാനിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ജിലേബി പോലെയൊക്കെ ഇങ്ങനെ ചുറ്റിച്ചെടുക്കുകയാണ് വേണ്ടുന്നത്. അപ്പോൾ ഞാൻ ചെയ്യുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. എന്നിട്ട് ചുറ്റിച്ചിട്ട് ആ അറ്റം അതിൻ്റെ നടുവിൽ തന്നെ കൊണ്ടുവെക്കണം. അല്ലെങ്കിൽ ലെയറായിട്ട് നമുക്ക് കിട്ടൂല. അത് പൊട്ടി ഇങ്ങനെ തിരിഞ്ഞ് വരും. കണ്ടോ, ഇതുപോലെ വളരെ എളുപ്പത്തിൽ നമുക്ക് ചുറ്റിച്ചെടുക്കാൻ പറ്റും. മറിച്ചിട്ട് കൊടുക്കാം. പൊട്ടാണ്ട് ശ്രദ്ധിച്ചിട്ടൊന്ന് മറിച്ചിട്ട് കൊടുത്താൽ മതി. ഒരു ബ്രൗൺ കളർ ആവുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. അതുവരെ ഒന്ന് തിരിച്ചു മറിച്ച് ഇട്ട് കൊടുത്താൽ മതി. അടിപൊളി കൈവീശൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുക. എന്നിട്ട് അതിൻ്റെ കമൻസും ഫീഡ്ബാക്കും ഒക്കെ എന്നെ അറിയിക്കുക. ഓക്കെ, അപ്പം വളരെ ടേസ്റ്റി ആയിട്ടുള്ള കൈവീശൽ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു.